ഇനി നമ്മൾ കാണാൻ പോണത് DFS ഇംപ്ലിമെൻറ്റേഷൻ ആണ്. ഹൗ എ ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ്. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിങ്ങിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡാറ്റ സ്ട്രക്ചർ സ്റ്റാക്കാണ്. BFS നമ്മൾ ക്യൂ വെച്ചിട്ടാണ് ചെയ്തതെങ്കിൽ DFSന് നമുക്ക് സ്റ്റാക്കാണ് ആവശ്യം. അപ്പം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അപ്പോൾ ഞാനൊരു സ്റ്റാക്ക് ഇവിടെ വരച്ച് വയ്ക്കുകയാണ്. ദിസ് ഇസ് എ സ്റ്റാക്ക്. Suppose I start investigation or start from our first node. ഞാൻ ഫസ്റ്റ് നോഡ് എന്ന് എഴുതുകയാണ് DFS ഫസ്റ്റ് നോഡ്. ഓക്കെ, ഫസ്റ്റ് നോഡ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ എക്സ്പ്ലോർ ചെയ്യാനല്ലേ. അതിനെ എക്സ്പ്ലോർ ചെയ്യുമ്പം അതിൽ 2 വേർട്ടീസസ് ഉണ്ട്, 4ഉം 2ഉം ഉണ്ട് അതിൻ്റെ നെയ്ബേഴ്സ് ആയിട്ട്. സപ്പോസ് ഐ വിസിറ്റ് ഓൺലി 4. Now I take 4. Okay, now I take 4. Now what should I do? I should start exploring 4 അല്ലേ. ഐ ഷുഡ് സ്റ്റോപ്പ് എക്സ്പ്ലോറിങ് 1 ആൻഡ് 1ന് ശരിക്കും ഒരു വേർട്ടെക്സും കൂടി ഉണ്ട്, പക്ഷേ ഐ ഷുഡ് സ്റ്റോപ്പ് എക്സ്പ്ലോറിങ് 1 റൈറ്റ് നൗ ആൻഡ് സ്റ്റാർട്ട് എക്സ്പ്ലോറിങ് 4. അപ്പോൾ ഞാൻ ഈ സ്റ്റോപ്പ് എക്സ്പ്ലോറിങ് ചെയ്യുന്ന സാധനം ഞാൻ ഐ ഷുഡ് പുട്ട് ഇറ്റ് ഇൻ ടു ദ സ്റ്റാക്ക്. ഞാനിപ്പോൾ 1നെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് എക്സ്പ്ലോറേഷൻ. ഇനി ഐ ഷുഡ് പുഷ് ഇറ്റ് ഓൺ ടു ദ സ്റ്റാക്ക്. നൗ ഇനി ഞാൻ 4നെ എക്സ്പ്ലോർ ചെയ്യണം. 4നെ എക്സ്പ്ലോർ ചെയ്യുമ്പം ഐ ഹാവ് 3 ഓവർ ഹിയർ. ഓക്കെ, now when I start exploring 3, what I should do, I should suspend 4 and put it onto the stack. Okay, I suspended 4 and put it onto the stack. Now I start exploring 3. When I start exploring 3, I can have 10, 9 and 2. Okay, അപ്പോൾ ഞാൻ തൽക്കാലം 10ലേക്കാണ് പോകുന്നത്. When I start exploring 10, I should suspend 3 and push it onto the stack. സ്റ്റാക്കിൻ്റെ ടോപ്പിലേക്കാണ് നമ്മൾ പുഷ് ചെയ്യുക അല്ലേ. അങ്ങനെ I start exploring and 3 and 10 and push 3 onto the stack. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കുക. ഇനി സ്റ്റാർട്ട് എക്സ്പ്ലോറിങ് 10. ദർ ഇസ് നോ അഡ്ജസൻറ്റ് വേർട്ടസ് ടു 10 വിച്ച് ഇസ് നോട്ട് വിസിറ്റഡ്. അതിന് ആകെയുള്ള ഒരു അഡ്ജസൻറ്റ് വേർട്ടസ് 3 ആണ്, അത് ഓൾറെഡി വിസിറ്റഡ് ആണ്. സോ യു ഹാവ് ടു സ്റ്റോപ്പ് എക്സ്പ്ലോറിങ്. 10ൻ്റെ എക്സ്പ്ലോറേഷൻ കഴിഞ്ഞു ആൻഡ് യു ഹാവ് ടു കം ബാക്ക് ടു എ ലൊക്കേഷൻ വേർ യു ഹാവ് സ്റ്റാർട്ടഡ്. നമുക്ക് 3ലേക്ക് തിരിച്ചു വരണം അല്ലേ. 3ലേക്ക് തിരിച്ചു വരണം. നമ്മൾ എങ്ങനെയാണ് അറിയാം? യു ക്യാൻ പോപ്പ് ഔട്ട് ദ ടോപ്പ് മോസ്റ്റ് എലമെൻറ്റ്. വാട്ട് ഇസ് ദ ടോപ്പ് മോസ്റ്റ് എലമെൻറ്റ്? ടോപ്പ് മോസ്റ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പം ദാറ്റ് ഗിവ്സ് യു ദ പൊസിഷൻ വേർ ടു കം ബാക്ക്. അതിനാണ് നമ്മൾ സ്റ്റാക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടോപ്പ് മോസ്റ്റ് എലമെൻറ്റ് 3 ആണ്. അപ്പോൾ കം ബാക്ക് ടു 3 അഗൈൻ. ഓക്കെ, ആൻഡ് സ്റ്റാർട്ട് എക്സ്പ്ലോറിങ് 3. അപ്പോൾ 3ക്ക് ഇനി എക്സ്പ്ലോർ ചെയ്യാൻ നോഡ് ഉണ്ട്. വെൻ യു സ്റ്റാർട്ട് എക്സ്പ്ലോറിങ് 3യിൽ അടുത്ത വേർട്ടക്സ് ആയ 9 എക്സ്പ്ലോർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ 3നെ വീണ്ടും പുഷ് ചെയ്യുന്നു. യു ജസ്റ്റ് പുഷ് 3 ഓൺ ടു ദ സ്റ്റാക്ക് അഗെയിൻ. സ്റ്റോപ്പ് എക്സ്പ്ലോറിങ് 3. നൗ സ്റ്റാർട്ട് എക്സ്പ്ലോറിങ് 9. 9 എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇനി വേർട്ടേഴ്സസ് ഒന്നുമില്ല. യു ഹാവ് ടു കം ബാക്ക്. എക്സ്പ്ലോറേഷൻ കഴിഞ്ഞു, 9ൻ്റെ എക്സ്പ്ലോറേഷൻ കഴിഞ്ഞു. യു ഹാവ് ടു കം ബാക്ക് ടു ദ പ്രീവിയസ് ലൊക്കേഷൻ. പ്രീവിയസ് ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ടോപ്പ് മോസ്റ്റ് ആയുള്ള സ്റ്റാക്കിൻ്റെ എലമെൻറ്റ് പോപ്പ് ചെയ്യുക. നൗ വെൻ യു പോപ്പ് ഔട്ട് ഇറ്റ് ഇസ് 3 അഗൈൻ. പോപ്പ് ഔട്ട് 3. നൗ 3നെ ഇനി എക്സ്പ്ലോർ ചെയ്യാൻ ബാക്കിയുണ്ടോ? ഉണ്ട്. 3നെ എക്സ്പ്ലോർ ചെയ്യാൻ ബാക്കിയുണ്ട്. 3യുടെ നെക്സ്റ്റ് നൈബർ ആയ 2 ഉണ്ട്. അപ്പോൾ യു ജസ്റ്റ് റൈറ്റ് 2 ഓവർ ഹിയർ ആൻഡ് അറ്റ് ദാറ്റ് ടൈം യു ഹാവ് ടു പുഷ് 3 ഓൺ ടു ദ സ്റ്റാക്ക്. ഓക്കെ, ഇനി നമ്മൾ സ്റ്റോപ്പ് എക്സ്പ്ലോറിങ് 3 ആൻഡ് സ്റ്റാർട്ട് എക്സ്പ്ലോറിങ് 2. ഓക്കെ, സ്റ്റാർട്ട് എക്സ്പ്ലോറിങ് 2. അപ്പോൾ നമ്മൾ ഇനി 2നെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഉള്ളത്? വാട്ട് ഇസ് ദെയർ ഓൺ 2? നമുക്കറിയാം 2ൽ നിന്ന് 5 ഉണ്ട്, 7 ഉണ്ട്, 1 ഓൾറെഡി വിസിറ്റഡ് ആണ്, 3 വിസിറ്റഡ് ആണ്, 8 ഉണ്ട്. സോ യു ക്യാൻ ഗോ ടു എനി നോഡ് വിച്ച് യു വോണ്ട്. ഏതെങ്കിലും ഇതിന്ന് 2ൽ നിന്ന് വിസിറ്റ് ചെയ്യാത്ത I can go to 8. I go to 8. Okay, at that time what I have to do is I have to suspend 2 and put it into the stack, top of the stack. അങ്ങനെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ ദിസ് ഈസ് എ പർപ്പസ് ഓഫ് സ്റ്റാക്ക്. സ്റ്റാക്കിന് നമ്മൾ എന്തിനാണ് അവിടെ യൂസ് ചെയ്യുന്നത്? നമ്മൾ യു ഹാവ് ടു പോപ്പ് ഔട്ട് ആൻഡ് കം ബാക്ക്. നമുക്ക് പ്രീവിയസ് പൊസിഷനിലേക്ക് എവിടേക്കാണ് നമ്മൾ എവിടെ വെച്ചിട്ടാണ് നമ്മുടെ എന്താ പറയുക എക്സ്പ്ലോറേഷൻ സ്റ്റോപ്പ് ചെയ്തത്, ആ നോഡിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാക്കിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, വെനെവർ വി സ്റ്റോപ്പ് എക്സ്പ്ലോറിങ് എ നോഡ് വി പുഷ് ഇറ്റ് ഓൺ ടു ദ സ്റ്റാക്ക്. ഓക്കെ, ആൻഡ് അങ്ങനെയാണ് നമ്മൾ 1, 4, 3, 2 ഇവിടെ പുഷ് ചെയ്തെത്തി. നമുക്ക് പ്രീവിയസ് നോഡിലേക്ക് വീണ്ടും വരണമെങ്കിൽ വി നീഡ് ടു പോപ്പ് ഔട്ട് ദ ടോപ്പ് മോസ്റ്റ് എലമെൻറ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് വേർ ടു എക്സ്പ്ലോർ. ഓക്കെ, ഈ ടെക്നിക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇത് ഫുൾ ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ DFS or depth first search for this graph. You can complete it and show it to me. Okay.